ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലയാള സാഹിത്യത്തിൽ അക്ബർ കക്കട്ടിൽ ഇനിയൊരു ഓർമ്മ. സാഹിത്യലോകത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായ ഒരു വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ അക്ബർ കക്കട്ടിലിന് ആദരാഞ്ജലി അർപ്പിച്ച് സാഹിത്യലോകം. ബാർക്കോഴ സോളാർ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ബഹുജന ധർണ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INTUCക്ക് പ്രാതിനിധ്യം വേണമെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 19-ന് പ്രതിഷേധ റാലി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോടിന്റെ കഥാകാരൻ അക്ബർ കക്കട്ടിലിന്റെ നിര്യാണത്തിൽ സാംസ്കാരിക ലോകത്തിന്റെ ആദരാഞ്ജലികൾ. കോഴിക്കോട് ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ എത്തി. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ അക്ബർ കക്കട്ടിൽ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗഹനവും സങ്കീർണവുമായ ആശയങ്ങളെ ലളിതവും പ്രസന്നമധുരവുമായി അവതരിപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള അക്ബർ കക്കട്ടിൽ 2 തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അധ്യാപക കഥകൾ എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ മലയാളത്തിൽ രൂപം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അദ്ദേഹം മലയാളത്തിലെ പ്രഥമ അധ്യാപക സീരീസ് സ്റ്റോറിയുടെ രചയിതാവുമാണ്. കഥ, നോവൽ, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിലായി നിരവധി പുസ്തകങ്ങൾ കക്കട്ടിൽ രചിച്ചിട്ടുണ്ട്. ഷമീല ഫഹ്മി, അധ്യാപക കഥകൾ, 6-ാം കാലം, നാദാപുരം, മൊഞ്ചത്തിക്കാറ്റ്, 2011-ലെ ആൺകുട്ടി, ഇപ്പോഴുണ്ടാകുന്നത്, തെരഞ്ഞെടുത്ത കഥകൾ, 11 നോവലേറ്റ്, മൃത്യുയോഗം, സ്ത്രൈണം, വടക്കുനിന്നൊരു കുടുംബ വൃത്താന്തം, സ്കൂൾ ഡയറി, സർഗസമീക്ഷ, വരൂ, അടൂരിലേക്ക് പോകാം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മുതിർന്ന എഴുത്തുകാരുടെ കൃതികളിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം പകരുകയും അവരുടെ പിന്നാലെ വന്ന ഒരു സർഗാത്മക സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് അവരുമായി സംവദിക്കുകയും ചെയ്യുന്ന സർഗസമീക്ഷ അത്തരത്തിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിരുന്നു. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1992-ൽ ഹാസ്യ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് സ്കൂൾ ഡയറി എന്ന ലഘു ഉപന്യാസ സമാഹാരത്തിന് ലഭിച്ചു. 2004-ൽ നോവലിനുള്ള അവാർഡ് വടക്കു നിന്നൊരു കുടുംബ വൃത്താന്തത്തിന് ലഭിച്ചു. 1998-ൽ മികച്ച നോവലിന് ജോസഫ് മുണ്ടശ്ശേരി അവാർഡും 2000-ൽ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചു. 1992-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. 4 നോവലുകളും 27 ചെറുകഥാ സമാഹാരങ്ങളുമടക്കം 54 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ 12 മണി വരെ കോഴിക്കോട് ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്ബർ കക്കട്ടിലിന്റെ വിയോഗം സാംസ്കാരിക ലോകത്തിന് തീരാനഷ്ടമാണെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. ചലച്ചിത്ര താരങ്ങളായ മാമുക്കോയ, ശ്രീനിവാസൻ എന്നിവർ സ്മരണാഞ്ജലിയോടെ പ്രിയ സുഹൃത്തിനെ ഓർക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് എല്ലാവരോടും സൗഹൃദത്തോടുകൂടി പെരുമാറുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു എന്നുള്ള നിലയിലാണ്. അങ്ങനെ കോഴിക്കോടൻ കൂട്ടായ്മന്റെ ഒരു കണ്ണി കൂടി ഇന്ന് അറ്റുപോയി. എല്ലാ അർത്ഥത്തിലും എഴുത്തുകാരൻ എന്നതിലുപരി ഒരു സാമൂഹ്യമായ സൗഹൃദ ബന്ധം എല്ലാ ആളുകളോടും സുഹൃത്തുക്കൾ ഒരുപോലെ നല്ല സ്നേഹിച്ചിരുന്ന ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു അക്ബർ. ഏറ്റവും കൂടുതൽ തവണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപണ വിധേയനായി മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ നടന്ന ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർക്കോഴ സോളാർ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി ബഹുജന ധർണ സംഘടിപ്പിച്ചത്. കിഡ്സൺ കോർണറിൽ നടന്ന ധർണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു.
ഏറ്റവും കൂടുതൽ തവണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപണ വിധേയനായി മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആധികാരികമായ തെളിവുകളോടുകൂടിയവയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. സോളാർ കേസിൽ അന്വേഷണ കമ്മീഷന് മുൻപാകെ ഹാജരായ മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും ഇത് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണത്തിന്റെ കീഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വസ്തുനിഷ്ഠമായിരിക്കില്ല, നിഷ്പക്ഷമായിരിക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സർക്കാർ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടുക, കേരളത്തിൽ ഒരു രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നതും അതുകൊണ്ടാണ്. ധർണയിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി പി രഘുനാഥ്, പ്രസിഡന്റ് ടി വി രാജൻ, യുവമോർച്ച പ്രസിഡന്റ് പ്രകാശ് ബാബു, സ്റ്റേറ്റ് കൌൺസിൽ അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ മാഷ്, ടി പി സുരേഷ്, ഗിരീഷ് തേവള്ളി, സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INTUCക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ. INTUCയുടെ ശക്തി മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധ റാലിയെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എം രാജൻ. പാർലമെന്റ്, അസംബ്ലി നിയോജകമണ്ഡലത്തൊക്കെ തന്നെ INTUCയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവണം. അത് ഞങ്ങൾ പങ്കാളിത്തം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടായിരിക്കുന്ന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സീറ്റ് തരണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. വേറെ എവിടെയും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 19-ന് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. കിഡ്സൺ കോർണറിൽ നടക്കുന്ന പൊതുയോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യത്തിനനുസരിച്ച് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാനും BJP ഗവൺമെന്റ് നടത്തിവരുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധ റാലി നടത്തുന്നത്. രാഷ്ട്രീയത്തിനതീതമായി കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തിയ ദേശീയ പണിമുടക്ക് സർക്കാരിന് നൽകിയ ശക്തമായ താക്കീതായിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ചർച്ചകളിലൂടെ പരിഹാരമുണ്ടാക്കാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് എം രാജൻ ആരോപിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 25-ന് നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുരുന്നു പ്രതിഭകളുടെ കലാമാമാങ്കത്തിന് തുടക്കം. 34ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിനാണ് കഴിഞ്ഞ വർഷത്തെ സർഗപ്രതിഭ അനുഷ എ നായർ തുടക്കമിട്ടത്. 4 വേദികളിലായി 1300ഓളം കുരുന്നുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആടിയും പാടിയും അരങ്ങു തകർക്കാനൊരുങ്ങുകയാണ് കുഞ്ഞു കുരുന്നുകൾ. ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിനെത്തിയ കുരുന്നുകളാണ് 2 ദിനങ്ങളായി നടക്കുന്ന കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കാനെത്തിയത്. ടാഗോർ ഹാളിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷത്തെ വ്യക്തിഗത വിജയി അനുഷ എ നായർ നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ VM വിനു മുഖ്യാതിഥിയായിരുന്നു. കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണമെന്നും ഭാവി തലമുറയിലെ കലാകാരന്മാരെ സൃഷ്ടിക്കുന്നതിൽ ചിത്രാഞ്ജലിയുടെ ശ്രമങ്ങൾ വിജയകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് മത്സരമല്ല, കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഈ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള അവസരമായി കാണുക. എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത തുടങ്ങിയവരെ ആദരിച്ചു. ചിത്രാഞ്ജലി പ്രസിഡന്റ് KA നൌഷാദ്, PV ഗംഗാധരൻ, മലബാർ പാലസ് MD PM ആന്റണി, ചിത്രാഞ്ജലി സെക്രട്ടറി ത്രിദീപ് കുമാർ, NE ബാലകൃഷ്ണമാരാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായാണ് ചിത്രാഞ്ജലി ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നഴ്സറി കലോത്സവം നടക്കുന്നത്. പുഷ്പാഞ്ജലി, ഗീതാഞ്ജലി, വർണ്ണാഞ്ജലി, രാഗാഞ്ജലി തുടങ്ങിയ 4 വേദികളിലായാണ് മത്സരങ്ങൾ. 1300 കലാപ്രതിഭകളാണ് 34ാമത് അഖില കേരള നഴ്സറി കലോത്സവത്തിന്റെ ഭാഗമാവുന്നത്. 13 ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ അരങ്ങേറുക. കുരുന്നുകളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ സംഘടിപ്പിക്കുന്ന കലോത്സവത്തെ 2 കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ കലാസ്വാദകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's finest gold. You
You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. മാധ്യമ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ വിചാരവേദിയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടി കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ വിചാരവേദിയുടെ ആഭിമുഖ്യത്തിലാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. വിചാരവേദിയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ വിജ്ഞാന പാഠവും തെളിയിക്കുന്നതായിരുന്നു ക്വിസ് മത്സരം. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 30ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. UP ഹൈസ്കൂൾ വിഭാഗത്തിലായിരുന്നു മത്സരം. മത്സര വിജയികൾക്ക് സാംസ്കാരിക സദസ്സ് ഏർപ്പെടുത്തിയ സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിചാരവേദി പ്രസിഡന്റ് A. സജീവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി നിസാർ ഒളവണ്ണ, നവാസ് പൂനൂർ, കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, PP ഉമർ ഫറൂഖ്, വിനോദ്, P. അബ്ദുൾ ജബ്ബാർ, A. ഷിയാലി, K. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സ്വീകരിച്ച നയം ചുവടുപിടിച്ച് കേരളത്തിൽ UDF-നെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായി ജനതാദൾ U സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയും സംഘപരിവാറും ഉയർത്തുന്ന ഭീഷണി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ദേശീയമായി അതിനെ നേരിടുന്നതിന്റെ ഭാഗമായി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നയത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ UDF-നെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങളെത്തിയ നിഗമനം. ഭാവിയിൽ കോൺഗ്രസും CPM-ഉം ജനതാ പരിവാറുമെല്ലാം ഒരുമിക്കുന്ന രാഷ്ട്രീയ സഖ്യം വരുമെന്ന് JDU സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ പറഞ്ഞു. കോഴിക്കോട് നടന്ന JDU സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ ആവശ്യപ്പെടാനും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. ഏപ്രിൽ 3-ന് രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരും. ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ചിലുണ്ടാകും. നിലവിലെ കക്ഷിനില അനുസരിച്ച് 2 സീറ്റുകൾ ജയിക്കാനുള്ള വോട്ട് UDF-നുണ്ട്. 1 സീറ്റിൽ കോൺഗ്രസും 2ാമത്തെ സീറ്റിൽ JDU സ്ഥാനാർത്ഥി വീരേന്ദ്രകുമാറും മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച നേമ, മട്ടന്നൂർ, എലത്തൂർ, നെന്മാറ സീറ്റുകൾ വേണ്ടെന്നും പകരം വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നും പാർട്ടി പറയും. കഴിഞ്ഞ തവണ 7 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണ 3 സീറ്റുകൾ കൂടി വേണം. എന്നാൽ ഏതൊക്കെ സീറ്റുകളാണെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ എലത്തൂരിന് പകരം മറ്റൊരു സീറ്റ് ആവശ്യപ്പെടും. കായംകുളം സീറ്റിനും പാർട്ടി അവകാശമുന്നയിക്കും. മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിക്ക് ഒരിടത്തും സീറ്റില്ലാത്ത പ്രശ്നവും UDF-ന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാലുവാരിയ കോൺഗ്രസിനെ ഇനി എങ്ങനെയാണ് പാർട്ടി വിശ്വസിക്കുക എന്ന ചോദ്യത്തിന് ബംഗാളിൽ CPM എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുന്നതെന്ന മറുചോദ്യമായിരുന്നു വീരേന്ദ്രകുമാറിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 18ഓളം ചിത്രകലാകാരന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പിന് പൂക്കാട് കലാലയത്തിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം MK ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് 18-ന് സമാപിക്കും. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 16 മുതൽ 18 വരെയാണ് ചേമഞ്ചേരി പൂക്കാട് കലാലയത്തിൽ വെച്ച് പൂക്കാട് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. AK രമേശ്, സുരേഷ് ഉണ്ണി, ശശി കോട്ട്,
സുബേഷ് പത്മനാഭൻ, ബാലൻ താനൂർ, സതീഷ് കുമാർ പി, പ്രദീപ് കുമാർ BS, MK ചന്ദ്രമോഹൻ, ശെൽവരാജ്, ബാലകൃഷ്ണൻ ഉള്ളിയേരി, പ്രശാന്ത് കൊറ്റിയട്ട്, അസീസ് TM, വർഗീസ് കളത്തിൽ, മധു മടപ്പള്ളി, ദേവപ്രകാശ്, റഹ്മാൻ കൊഴുക്കല്ലൂർ, ഹാരൂൺ അൽ ഉസ്മാൻ, സായി പ്രസാദ് എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ. നമ്മൾ കേരളത്തിൽ അങ്ങോളം ചിത്രകാരന്മാർക്ക് വേണ്ടി ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ സ്ഥാപനങ്ങൾ. നമുക്കറിയാം, കാഴ്ചയിലൂടെ മാത്രമേ ചിത്രകലാരംഗത്ത് വളർച്ചയുണ്ടാകൂ. ചിത്രകലാരംഗത്ത് മാത്രമല്ല, ഏത് കാഴ്ചയ്ക്കും മുരുകനറിയാം, ഈ കാഴ്ചകൾക്ക് അവസരം ഉണ്ടാകുമ്പോൾ മാത്രമേ പുതിയ ഭാവനകൾ ഉണ്ടാകൂ. പുതിയ ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം MK ഷിബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കലാനിലയം പ്രസിഡന്റ് ബാലൻ കുരിയിൽ അധ്യക്ഷനായിരുന്നു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, UK രാഘവൻ, K ശ്രീനിവാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള NSS വളണ്ടിയർമാർക്കു വേണ്ടി NSS ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ആരവം 2K16 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവത്തിൽ 30 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ NSS ആദരിക്കപ്പെടുകയാണ്. ആ ചടങ്ങ് 21-ന് രാവിലെയാണ്. അതുപോലെ ആ ചടങ്ങിൽ വെച്ചിട്ട് നാഷണൽ അഡ്വഞ്ചർ ക്യാമ്പിൽ പങ്കെടുത്ത വളണ്ടിയേഴ്സിനെയും അധ്യാപകരെയും അനുമോദിക്കുന്ന ചടങ്ങും ആ ദിവസം തന്നെയാണ്. NSS ഫെസ്റ്റിന്റെ സ്റ്റേജിതര മത്സരങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജുകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് മത്സരങ്ങൾ ഫെബ്രുവരി 20, 21 തീയതികളിലായി ചാത്തമംഗലം MES കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നമംഗലം MLA അഡ്വക്കേറ്റ് PTA റഹീം കലോത്സവത്തിന് തിരിതെളിയിക്കും. ദേശീയ സാഹസിക ക്യാമ്പിൽ പങ്കെടുത്ത വോളണ്ടിയർമാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ അനുമോദിക്കും. പരിപാടിയുടെ ദീപശിഖ പ്രയാണം 19-ന് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും, മഹാത്മാഗാന്ധിയുടെ ഛായാചിത്ര പ്രയാണം കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിൽ നിന്നും ആരംഭിച്ച് മണാശ്ശേരി MAMO കോളേജിൽ സമാപിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഉള്ളേരി മേഖലാ സമ്മേളനം ലീലാരാരോത്ത് നഗറിൽ നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉള്ളേരി പഞ്ചായത്ത് സമ്മേളനം ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ലക്ഷ്മി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാനും ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷാജി ചെറുകാവിൽ സ്വാഗതം പറഞ്ഞു. റീന കുമാരി, ചന്ദ്രിക ദേവി ഉള്ളേരി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത, പ്രസന്ന, വനജ, ശോഭ അത്തോളി എന്നിവർ സംസാരിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ സമ്മേളനം നടക്കും എന്ന് നിങ്ങളെ അറിയിക്കാം. ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് സദ്ദാം ഹുസൈൻ രാസായുധം കൊണ്ട്. ആ രാസായുധം ഇറാഖിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കൻ എംബസിക്ക് മുമ്പിൽ വാട്സ്ആപ്പിൽ സമരം നടത്തിയിരുന്നത്. ആ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണക്കാർക്കെതിരെ ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വിമോചനത്തിനായി പോരാടി മൃത്യുവരിച്ച വർഗീസിന്റെ 45-ാം രക്തസാക്ഷി ദിനം ആചരിക്കുന്നു. ഈ മാസം 18-ന് പൊറ്റമ്മൽ ബസാറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രഥമ വർഗീസ് സ്മാരക പുരസ്കാരം സമർപ്പിക്കും. അനുസ്മരണ സമിതി കൺവീനർ A വാസു വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തന്റെ രക്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് വർഗീസ്മാർ ഉയർന്നു വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് രക്തസാക്ഷിത്വം വരിച്ച ഒരു ധീരനായിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് ഞങ്ങൾ ഈ ദിനം ഓർമ്മിക്കുന്നത്. പ്രഥമ വർഗീസ് സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ വിനയ് തോമസിന് ഡോക്ടർ ഖദീജ മുംതാസ് ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. 5001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ദലിത് പ്രവർത്തകനും ചരിത്രകാരനുമായ KK കൊച്ച് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വർഗീയതയും വർഗീയ രാഷ്ട്രീയവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന സിംബോസിയത്തിൽ MV കരുണാകരൻ വിഷയാവതരണം നടത്തും. രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം, ചേളന്നൂർ ഗോത്ര കലാഗ്രാമം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളുടെ ആലാപനം തുടങ്ങിയവയും തുടർന്നുണ്ടായിരിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ
ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരയടത്തുപാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. ആരാധനാമൂർത്തികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും മനോഹാരിത ക്യാൻവാസിൽ തീർത്തിരിക്കുകയാണ് ഷിബു അമൽ. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ 40 ചിത്രങ്ങളുണ്ട്. ദൈവിക രൂപങ്ങളുടെ ചിത്രങ്ങളുമായി മൊകേരി സ്വദേശി ഷിബു കമലിന്റെ ചിത്രപ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. അയ്യപ്പനും മുത്തപ്പനും ദുർഗയും ശിവനും അർദ്ധനാരീശ്വരനും കൃഷ്ണനും തുടങ്ങി ആരാധിക്കുന്ന രൂപങ്ങളുടെയെല്ലാം ചിത്രങ്ങൾ ഷിബു ക്യാൻവാസിൽ തീർത്തിട്ടുണ്ട്. ഇടയ്ക്ക് കടലും കടൽത്തീര കാഴ്ചകളുമുണ്ട്. പ്രദർശനത്തെക്കുറിച്ച് ഷിബു: ഞാൻ എൻ്റെ ചിത്ര പ്രദർശനത്തിൽ 2 വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കടലും കടൽത്തീര കാഴ്ചകളും, രണ്ടാമത്തേത് ഹിന്ദു ദൈവങ്ങൾ. അത് 4 മാസത്തോളം എടുത്തു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 40ഓളം ചിത്രങ്ങളുണ്ട് പെയിന്റിങ്ങിൽ. 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ജോലി ഉപേക്ഷിച്ച് ചിത്രയിൽ ശ്രദ്ധയൂന്നുന്ന ഷിബുവിന്റെ ആദ്യ പ്രദർശനമാണ് കോഴിക്കോട് നടന്നത്. 20-ന് പ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെങ്ങിലക്കടവ് ശ്രീ മുത്തശ്ശിക്കാവ് ഭഗവതി ക്ഷേത്രഭൂമി കയ്യേറുന്നതായും ഭക്തർക്ക് നേരെ ആക്രമണം നടത്തുന്നതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. അക്രമികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്കുമെതിരെ യാതൊരു അറിയിപ്പും കൂടാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചെരുപ്പും കല്ലും ഉപയോഗിച്ച് അതിന്റെ ഉത്സവത്തിന്റെ പവിത്രത, അതിന്റെ മഹനീയതക്ക് കളങ്കം വരുത്തുകയും അതുപോലെ തന്നെ ഞങ്ങളെ മൊത്തം ജാതീയപരമായി തെറി വിളിച്ചുകൊണ്ട് അവര് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തെങ്ങിലക്കടവ് മുത്തശ്ശിക്കാവിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ പങ്കെടുത്തവരെയും ഇതിനു മുന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ശ്രീ മുത്തശ്ശിക്കാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിനു നേരെയും ഭക്തർക്കു നേരെയും ചെരുപ്പെറിഞ്ഞ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു നാടിന്റെ സമാധാനവും സന്തോഷവും മതസൌഹാർദ്ദവും തകർക്കുന്ന ഇത്തരക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് മനോജ്, സെക്രട്ടറി ഷാജുകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ആണെന്നാരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ പ്രതിഷേധവുമായി ABVP പ്രവർത്തകർ. പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജാഗ്രതാ തെരുവ് പരിപാടി റിട്ടയർഡ് കേണൽ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. JNU വിഷയത്തിലും തൃപ്പൂണിത്തറ RLV വിഷയത്തിലും പ്രതിഷേധിച്ചാണ് ABVP പ്രവർത്തകർ നഗരത്തിൽ ജാഗ്രതാ തെരുവ് പരിപാടി സംഘടിപ്പിച്ചത്. റിട്ടയർഡ് കേണൽ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലി. ദലിത് ആക്ടിവിസ്റ്റ് സുനിൽ ചേരമൻ, ABVP ദേശീയ നിർവാഹക സമിതി അംഗം KK മനോജ്, ജില്ലാ കൺവീനർ ശ്രീഹരി, അമൽ, ബിജു അയ്യപ്പൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹിരാകാശ വിസ്മയവുമായി ISROയുടെ സ്ഥിരം പ്രദർശനം കോഴിക്കോട് IIM-ൽ ആരംഭിച്ചു. ഇന്ത്യ ഇൻ സ്പേസ് എന്ന പ്രദർശനം BSSC ഡയറക്ടർ ഡോക്ടർ K. ശിവൻ ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 4 വരെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സൌജന്യമായി പ്രദർശനം കാണാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വിക്രം സാരാഭായ് തുടക്കമിട്ട ചുവടുവെപ്പുകളിലൂടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾ ഇന്ന് ആഗോളതലത്തിൽ മുൻനിരയിലെത്തിയ ചരിത്രമാണ് കോഴിക്കോട് IIM-ലെ ഇന്ത്യൻ ബിസിനസ് മ്യൂസിയത്തിൽ BSSCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യ ഇൻ സ്പേസ് ഗാലറി പറയുന്നത്. 1975-ൽ വിക്ഷേപിച്ച ആര്യഭട്ട മുതൽ 2015-ൽ വിക്ഷേപിച്ച ആസ്ട്രോസ്റ്റാറ്റ് വരെയുള്ള ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടു മനസ്സിലാക്കാം. 4 ടൺ വരെ വഹിക്കാൻ ശേഷിയുള്ള GSLV മാർക്ക് 3 ഉൾപ്പെടെയുള്ള വിക്ഷേപണ വാഹിനികളെക്കുറിച്ചും പ്രദർശനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിവിധ ഉപഗ്രഹങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ, സൌണ്ടിംഗ് റോക്കറ്റുകൾ തുടങ്ങിയവയുടെ മാതൃകകളുമുണ്ട്. ഇന്ത്യയുടെ സ്വന്തം പ്രാദേശിക നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനം, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രദർശനത്തിൽ അവസരമുണ്ട്. ചന്ദ്രയാൻ, മംഗളയാൻ തുടങ്ങിയ അഭിമാന പദ്ധതികളെക്കുറിച്ച് വീഡിയോ അവതരണങ്ങളടക്കം പ്രദർശനത്തിലുണ്ട്. 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള പവലിയനിൽ തിയേറ്ററും സജ്ജമാണ്. 2030-നുള്ളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 2 സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ഉപഗ്രഹമായ ആദിത്യ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി എന്നിങ്ങനെ ISROയുടെ പുതിയ ചുവടുവെപ്പുകളും പരിചയപ്പെടാം. IIM-ലെ ഇന്ത്യൻ ബിസിനസ് മ്യൂസിയത്തിൽ തുറന്നിരിക്കുന്ന ഗാലറി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ 4 വരെ സൌജന്യമായി സന്ദർശിക്കാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ K. ശിവൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
IIMK ഡയറക്ടർ ഇൻചാർജ് പ്രൊഫസർ കുൽഭൂഷൺ ബലൂനി അധ്യക്ഷനായിരുന്നു. BSSC MSA ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ S. അറവുദ്ദീൻ, TTDG ഗ്രൂപ്പ് ഹെഡ് SR വിജയമോഹനകുമാർ, ഇന്ത്യൻ ബിസിനസ് മ്യൂസിയം കൺവീനർ ഡോക്ടർ MG ശ്രീകുമാർ, പ്രൊഫസർ കെയൂർ പുരാനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമനിർമ്മാണ സഭകളിൽ 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് LIC എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഓൺലൈനിലൂടെ നിവേദനം നൽകി. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ ആഹ്വാനപ്രകാരം നിയമനിർമ്മാണ സഭകളിൽ 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഓൺലൈനിലൂടെ നിവേദനം നൽകുന്ന ക്യാമ്പയിന് തുടക്കമായി. LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഓരോ കുത്തക മുതലാളിമാരുടെ പണപ്പെട്ടിക്ക് കാവൽ നിൽക്കാനുള്ള കാവൽ പട്ടികളായിട്ട്, ശരിക്കും ഞാൻ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, വെറും കാവൽ പട്ടികളായിട്ട് നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള മക്കളെ നമ്മൾ മാറ്റിയെടുക്കുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ സ്ത്രീ സംവരണം വേണം. അതുകൊണ്ട് മാത്രം എല്ലാം ആണോ നോക്കി അത് വിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. PM ആതിര സംസാരിച്ചു. ഒപ്പുശേഖരണ പരിപാടി മാർച്ച് 8 വരെ തുടരും. I. ബിജു അധ്യക്ഷനായിരുന്നു. PP കൃഷ്ണൻ, T. ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സമാപന പൊതുയോഗം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ആശാ ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. വസ്തു ഇടപാടുകളുടെ രജിസ്ട്രേഷൻ ഓൺലൈനാക്കുന്നതിന് മുൻപായി മതിയായ പഠനവും ബോധവൽക്കരണവും നടത്തണമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP സഹീർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി VA കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് M. ഷംസീർ കാവിൽ, ജോയിന്റ് സെക്രട്ടറി CT സുകുമാരൻ, വിപിൻ ഹേമരാജ്, KP അബൂബക്കർ, ഷംസുദ്ദീൻ കൊടുവള്ളി, PV സത്യൻ, പ്രകാശൻ നേറാടി, PV ആലി, പൃഥ്വിരാജ് നാറാത്ത് എന്നിവർ സംസാരിച്ചു. ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ആശാ ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, പ്രൊഫസർ ജോബ് കാട്ടൂർ, കൌൺസിലർ M. ശ്രീജ, KP ബാലകൃഷ്ണൻ, PA അസീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി കാലിക്കറ്റ് പോർട്ട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് G. ശങ്കറിനെ ആദരിച്ചു. റോട്ടറി ക്ലബ് സെക്രട്ടറി മോഹൻകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. റോട്ടറി കാലിക്കറ്റ് പോർട്ട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ G. ശങ്കറിനെ ആദരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോർജ് സുന്ദർരാജ് ഉപഹാര സമർപ്പണം നടത്തി. റോട്ടറി ക്ലബ് സെക്രട്ടറി മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു. സുജിത് കുമാർ, സത്യനാഥ്, നൌഫൽ, ശ്രീലേഖ മോഹൻകുമാർ, സേതു ശിവശങ്കർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ അക്ബർ കക്കട്ടിലിന് ആദരാഞ്ജലി അർപ്പിച്ച് സാഹിത്യലോകം. ബാർക്കോഴ സോളാർ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ബഹുജന ധർണ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INTUCക്ക് പ്രാതിനിധ്യം വേണമെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 19-ന് പ്രതിഷേധ റാലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.